പുതിയ അറിവല്ല, ഹദീസിലുള്ളതാണ്. പിന്തുടരണ്ട, അത് ഇവിടെ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം. കാരണം അവിടെ വിസർജിക്കേണ്ട അവസ്ഥല്ല. അഭിന്ന ഉസ്താദെ മുൻദ്വാരെന്തിനാണ്? അത് അങ്ങനെ ഒരു സുഖം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ മുൻദ്വാരത്തിനെ കുറിച്ചും പിൻദ്വാരത്തിനെ കുറിച്ചും, പിൻദ്വാരം ക്ലോസ് ആണ്, മുൻദ്വാരം ഓപ്പൺ ആണ്. ഇത് വേറൊരു സുഖത്തിന് വേണ്ടിയിട്ടാണ്. മൈക്ക് കെട്ടിവെച്ചിട്ടല്ലേ ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോ എത്രയോ കുട്ടികൾ അവിടെ ഉണ്ടാവും, എത്രയോ കുഞ്ഞുമക്കൾ അത് നിന്നിട്ട് കേൾക്കുന്നുണ്ടാവും. സ്ത്രീകളുടെ മുടി കണ്ടാൽ പോലും ഹറാമാണെന്ന് പറയുന്നവർക്ക് ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ലേ സ്ത്രീകളുടെ മുന്നിൽ വെച്ച് പറയുന്നത്? അതിൽ ഹറാമൊന്നുമില്ലേ? അതിൽ ഹറാമും ഹലാലും ഇല്ലേ? നാണമില്ലേ? ഇങ്ങനെ ഇത്തരം രീതികൾ, വൃത്തികെട്ട രീതിയിൽ, ഇത്തരം ഇക്കിളിപ്പെടുത്തുന്ന രീതിയിൽ, അറപ്പുളവാക്കുന്ന രീതിയിൽ ഒരാൾ വന്ന് മതത്തിന്റെ പേരിൽ വന്ന് സംസാരിക്കുമ്പോൾ അത് കേട്ടിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് എഴുന്നേറ്റ് ചോദിച്ചു, ഉസ്താദ് ഇത് ഇവിടെ പറയാൻ പാടില്ല, മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ളത്? ഇവർക്ക് ഈ മുൻദ്വാരവും പിൻദ്വാരവും ഹൂറികളും പെണ്ണുങ്ങളും സെക്സും മാത്രമേ പറയാനുള്ളൂ. വേറൊന്നും ഇവർക്ക് പറയാനില്ലേ? വേറൊരു കാര്യങ്ങളും വേറൊരു വിഷയങ്ങളും ലോകത്ത് നടക്കുന്നില്ല. വേറൊരു വിഷയങ്ങളും ഇല്ല. ഇതാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷയം. പെണ്ണുങ്ങളെ, ഇതിനകത്തുള്ള പെണ്ണുങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ എന്താ പറയുക, നിക്കാബിൽ മൂടി പൊതച്ച് നടക്കാനും അല്ലെങ്കിൽ ഹിജാബ് ഇട്ട് നടക്കാനും ഹിമാർ ഇട്ട് നടക്കാനും നിങ്ങൾ ഇങ്ങനെ ദിനം പ്രതി നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളുടെ അവകാശമാണ്, നിങ്ങളുടെ അവകാശമാണ്. നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ സ്വത്തവകാശത്തിനെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? സ്വത്തവകാശത്തിനെ കുറിച്ച്, അതായത് ആണിന് കിട്ടുന്നതിന്റെ പകുതിയാണ് പെണ്ണിന് കിട്ടുന്നത്. എന്തുകൊണ്ട് ആ അനീതി വന്നു? അപ്പം ഒസ്താക്കന്മാര് പറയും അത് ആണാണ് കുടുംബം പോറ്റുന്നതെന്ന്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ആണ് മാത്രമാണോ കുടുംബം പോറ്റുന്നത്? പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നില്ലേ? പെണ്ണുങ്ങൾക്ക് കുടുംബഭാരം അറിയില്ലേ? പെണ്ണുങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുന്നില്ലേ കുടുംബത്തിന് വേണ്ടിയിട്ട്? അപ്പൊ അവിടെ എന്താണ്? അവിടെ ഒരു ഇക്വാലിറ്റി ഇല്ലാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആർക്കും അതിന്റെ ആവശ്യമില്ല. ഇമ്മാതിരി പോങ്ങന്മാര് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ട് അപ്പാടെ ആ ക്യാപ്സ്യൂൾ വിഴുങ്ങിയിട്ട് അങ്ങോട്ട് ഇരിക്കലാണ് ഈ ജോലി. നിങ്ങളൊന്ന് വിധവയായി, നിങ്ങൾക്ക് ഹസ്ബൻഡ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സിയായി, എന്നിട്ട് ഈ നിയമം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്വത്തിന്റെ കാര്യത്തിൽ തന്നെ നിങ്ങൾ വിധവയായി, നിങ്ങൾക്ക് നോക്കാൻ ഹസ്ബൻഡ് ഇല്ല, അപ്പോഴും നിങ്ങൾക്ക് പകുതിയാണ് സ്വത്ത് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അതിൽ എന്ത് ധാർമ്മികതയുണ്ട് അതിനകത്ത്? ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. ഇതൊക്കെ ചോദിച്ചൊരാളുണ്ടായിരുന്നു, ചേകന്നൂർ മൗലവി. അദ്ദേഹം ഇന്ന് ഭൂമുഖത്തില്ല. അദ്ദേഹം എങ്ങനെ മരിച്ചോ, കൊന്നോ, അല്ലെങ്കിൽ ഡെഡ് ബോഡി എവിടെ? ഇതൊന്നും ഇപ്പോഴും എന്താ പറയുന്നത്, ഒരു കഥ പോലെ ഇങ്ങനെ മറഞ്ഞു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മരണത്തില് എന്താ പറയുന്നത്, ആരോപണം വന്നിട്ടുള്ള മുടിക്കച്ചവടക്കാര് ഇന്ന് നല്ല അന്തസ്സായിട്ട് വിലസി നടപ്പുണ്ട്. കൊലപാതക ആരോപണമാണ് ഒരു മത നേതാവിന്റെ മേലുണ്ടായത്. കൊലപാതക ആരോപണം, ദീൻ പറഞ്ഞു നടന്ന ആളുടെ പേരിൽ ഒരു കൊലപാതക ആരോപണമാണ് നടന്നിട്ടുള്ളത്. ഏതെങ്കിലും രാഷ്ട്രീയ ഇല്ല പറയത്തില്ല, കാര്യം വോട്ട് പോയില്ലേ? അതുകൊണ്ടാണ്. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ പെണ്ണുങ്ങളെ നിങ്ങളെങ്കിലും എണ്ണീറ്റ് ഒന്ന് ചോദിക്കേ. അത് ചോദിക്കുക, അല്ലാണ്ട് നിങ്ങൾ തല മറയ്ക്കാനല്ല നിങ്ങൾ സമരം ചെയ്ത്, നിങ്ങളുടെ നിലനിൽപ്പ് ആദ്യം നിങ്ങൾ ചോദിക്കുക.